പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. അലക്സ TV ഓൺ. ഈ പൊങ്ങി വരുന്ന കണ്ടോ? ഇത് നമുക്കെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ TV വെച്ചിട്ടൊന്നുമില്ല, അതിന് മേലെ ഒരു പ്രൊജക്ടർ മാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും എന്ന് വെച്ചാൽ നമുക്ക് TV വീട്ടിലൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഇതുണ്ടാവില്ല, ഹാളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെച്ച് കളിക്കാൻ TV ഒക്കെ ഡാമേജ് ആക്കാനൊക്കെ പറ്റിയൊരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഞാനിപ്പോൾ അലക്സനോട് പറഞ്ഞതാണ് TV ഇത് പൊങ്ങി വരാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് റിമോട്ട് വഴി ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു തിയേറ്റർ മോഡിലേക്കൊക്കെ എന്താ പറയുക, ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ അറിയാനായിട്ട് സിക ഓട്ടോമേഷൻ കോഴിക്കോട് ഇതിൻ്റെ ഓപ്പറേഷൻ ഹെഡ് നമ്മൾ ഫഹീമിനോട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചോദിക്കാം. ഇത് ശരിക്കും ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ഒരു വീട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഉപയോഗം വരിക? ഇതിപ്പം ഇവിടെ നമുക്ക് TV ലിഫ്റ്റിംഗ് സ്റ്റാൻഡ് വരുന്നത്, ഇതിൽ TV നമുക്ക് ഇവിടെ വെക്കാൻ വേണ്ടി പറ്റും. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രൊജക്ടർ, ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് പ്രൊജക്ടർ ആക്കിയിട്ടാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് TV ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഏതാണോ സൈസ് വരുന്നത്, നമ്മുടെ വീട്ടിലെ TV ഏതാണോ സൈസ് വരുന്നത് അതിനനുസരിച്ചുള്ള സൈസിലുള്ള TV നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഒരു 65 ഇഞ്ച് അതുപോലെ തന്നെ 90 ഇഞ്ച് TV ഒക്കെ വെക്കാൻ ഈ ഒരു ഇത് മതിയാവും. അതിന് ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡുകൾ ഇതിന് വരുന്നുണ്ട്. ഇതെല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഓക്കെ. പിന്നെ വേറെ ഡൗട്ട് വയ്ക്കുന്ന വെച്ചാൽ ഇതിപ്പോ നമ്മൾ ഈ ഒരു എന്താ പറയാ താഴെന്ന് മുകളിലേക്ക് ഒരു ലിഫ്റ്റ് ചെയ്യുന്നതാണല്ലോ കണ്ടത്. നമുക്ക് ഒരു സീലിംഗിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വരണമെന്ന് ഒരാൾ തീരുമാനിക്കുകയാണെങ്കിൽ ആ രൂപത്തിൽ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമുക്കിത് സീലിംഗിൽ ഇപ്പൊ നമ്മൾ പ്രൊജക്ടർ അല്ല നമ്മൾ സീലിംഗിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ നോർമലി കാണുമ്പോൾ ഫുള്ള് ക്ലോസ് ആയിട്ട് സീലിംഗ് എല്ലാം ക്ലോസ് ആയിട്ടേ വരിക. നമുക്ക് തിയേറ്റർ ഓൺ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് സമയത്ത് അതിങ്ങനെ താന്നിട്ട് അത് വർക്ക് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇത് ശരിക്കേ നമ്മളിപ്പോ മറ്റു മോഡുകൾ മോളിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ശരിക്കും ഇത് തിയേറ്റർ മോഡിൽ എങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ എങ്ങനെയൊക്കെ നടക്കുക? ഈ തിയേറ്റർ മോഡിൽ എങ്ങനെ നമുക്ക് 2-3 രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ അലക്സ അല്ലെങ്കിൽ സിറി ഗൂഗിൾ അസിസ്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് തിയേറ്റർ ഓൺ എന്ന് പറയുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മുകളിൽ വെച്ചതാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ഇങ്ങനെ പ്രൊജക്ടർ താന്നിട്ട് തിയേറ്റർ മോഡ് ലൈറ്റ് എല്ലാം ഓഫായി ഡോറെല്ലാം ക്ലോസ് ആയി അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഓൺ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു തിയേറ്റർ മോഡിലേക്ക് വരും. പിന്നെ വേറെ ഡൗട്ട് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ TV ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് പുറത്തു പോകണം. അപ്പൊ ഞാൻ ഓൾറെഡി എനിക്ക് സെറ്റ് ചെയ്യണത്, ഞാൻ ഈ റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ TV ഒന്നും ഓഫ് ചെയ്തിട്ടില്ല. പോയി കഴിയുമ്പോൾ ഇത് ഈ TV ഓഫ് ആയിട്ട് ഇത് താഴേക്ക് തന്നെ പോകണം, അല്ലെങ്കിൽ താഴെ നിന്നാണ് പോകുന്നതെങ്കിൽ താഴേക്ക്, മുകളിലേക്കാണെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ പോകണം. അപ്പൊ ആ ഒരു മോഡ് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമുക്കിതിപ്പോ നിങ്ങൾ സെൻസർ ബേസ് ചെയ്തിട്ട് നമ്മുടെ സിക്കയുടെ തന്നെ സെൻസേഴ്സ് വരുന്നുണ്ട്. ആ സെൻസേഴ്സ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചെയറിൽ ഇരിക്കുകയാണ്, ആ ചെയറിൽ എണീറ്റ് നിങ്ങൾ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഡോർ സെൻസർ വരുന്നുണ്ട്, മോഷൻ സെൻസർ വരുന്നുണ്ട്, PIR വരുന്നുണ്ട്. ഈ സെൻസേഴ്സ് എല്ലാം വെച്ചിട്ട് ഇത് നമുക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് തിയേറ്റർ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആക്കും. നമ്മൾ ഓഫ് ആക്കേണ്ട ആവശ്യമൊന്നും ഓഫ് ആകും. അതുപോലെ വേറെ ഡൗട്ട്, നമ്മളിപ്പോ പോകുന്നത് പറഞ്ഞു, ഒരാൾ നമുക്ക് ഈ റൂമിലേക്ക് വരികയാണ്. ഇപ്പൊ ഞാനിപ്പോ ഒരു സോഫ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ സോഫയൊക്കകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഈ പറഞ്ഞ സൊല്യൂഷനൊക്കെ നമ്മൾ വന്നിരുന്നാൽ ഒന്നും സംസാരിക്കുന്നൊന്നുമില്ല, ഇരുന്നാൽ തന്നെ ഈ ഒരു സൊല്യൂഷൻ എനിക്ക് നടക്കണമെങ്കിൽ ആ രൂപത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. നമ്മൾ ഇത് ഡോർ തുറന്ന് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആളെ പ്രസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ തിയേറ്റർ മോഡ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓൺ ആക്കാൻ വേണ്ടി പറ്റും. അത് ജസ്റ്റ് ഡോർ ഓപ്പൺ ആക്കി ഇവിടെ ആളെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്റർ മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ അത് കറക്റ്റ്. അതായത് ഞാനിപ്പോ സോഫയിൽ ഇരുന്നാലാണ് എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യാം. എനിക്ക് പറയാം, ഞാനിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വർക്ക് ചെയ്യണം. ഈ സോഫന്റെ പ്രസൻസിൽ ഞാൻ എത്തുമ്പോൾ മാത്രം TV ഓൺ ആയാൽ മതി. ഇങ്ങനെ ഈ ഒരു അല്ലെങ്കിൽ തിയേറ്റർ ആണെങ്കിൽ ആ ഒരു മോഡ് ഓൺ ആയാൽ മതി. അപ്പൊ ആ ഒരു രൂപം ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അതുപോലെ ആ ഒരു രീതിയിൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയാണ് ഇതിന്റെ തിയേറ്റർ മോഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമുക്ക് നമുക്ക് ഇനിയിപ്പം നമ്മള് ഈ രീതിയിലല്ലാതെ തന്നെ നമുക്ക് ഇനി പ്രായമായ ആളുകൾക്കും കാര്യങ്ങൾക്കൊക്കെ റിമോട്ട് വെച്ചിട്ട് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഇത് നമുക്ക് ഇതിന്റെ TV ലിഫ്റ്റിംഗ് സ്റ്റാൻഡ് റിമോട്ടാണ്. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അലക്സ, സിറി, ഈ NFC കാർഡ് ഇതുപോലത്തെ എല്ലാ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടും ഇത് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിന് പുറമെ നമുക്ക് മാനുവലി റിമോട്ട് യൂസ് ചെയ്തിട്ട് ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന് പുറമെ തന്നെ നമുക്ക് ഇത് നമ്മളെ TV സ്റ്റാൻഡ്, ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇതിന്റെ അപ്പുറം ഇപ്പം എല്ലാം ഫ്ലവർ വൈസ് എല്ലാം വെച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് എങ്ങനെ പൊന്തി വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെയൊക്കെ ഓരോ രൂപത്തിൽ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഫ്ലവർ വെച്ചിട്ട്
ആവശ്യം ഉണ്ടാകുമ്പോൾ മാത്രം ടി വി ആയിട്ട് അത് മാറുക, അല്ലെങ്കിൽ അത് ഹിഡൻ ആയിട്ട് അവിടെ ഇപ്പൊ ഇതിപ്പം ഇവിടെ പ്രൊജക്ടർ ആയതുകൊണ്ടാണ് ഇത് പ്രൊജക്ടർ അല്ല ടി വി ആണെന്നുണ്ടെങ്കിൽ ടി വി ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് പോകും, താഴേക്ക് നമ്മളെ മേശന്റെ താഴെന്റെ ഉള്ളിലേക്ക് പോകും. അതുപോലെ തന്നെ ബാക്കിയുള്ള എന്തൊക്കെ സാധനങ്ങൾ ഫ്ലവർ വൈസ് വിടുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ നമുക്ക് അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യാം. പിന്നെ വേറെ ഡൗട്ട്, ഇതിപ്പോ സ്റ്റോപ്പ് ചെയ്തല്ലോ, നമുക്കിപ്പോ ഒരു സമയത്ത് പറഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു ഹൈറ്റ് എനിക്ക് ഇത്ര ഹൈറ്റ് മതി ടി വിക്ക്, ആ ഹൈറ്റ് വരെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? അത് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പിന്നെ റിമോട്ടിൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് ഈ ഹൈറ്റിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഇതിപ്പോ ആപ്പ് ആണെങ്കിലും ആ രൂപത്തിൽ നമുക്ക്, ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ സെയിം രൂപത്തിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിന്റെ തിയേറ്റർ മോഡ് എങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് മറ്റൊന്ന് കാണിച്ചു. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ തിയേറ്റർ മോഡ് എങ്ങനെയാന്നുള്ളതും കൂടെ നമുക്ക് കാണിച്ചു തരും. ഹേയ് അലക്സ, തിയേറ്റർ ഓൺ. ഇത് കണ്ടില്ലേ, അപ്പം ഇരുട്ടായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അതായത് നമ്മളിപ്പോൾ ആ തിയേറ്റർ മോഡ് ഓൺ എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ലൈറ്റ് എല്ലാം പോയി, അപ്പം തന്നെ ഇതിനകത്തില്ല ആ ഒരു പ്രൊജക്ടർ ഓണായി വന്ന്. അപ്പം ഇതുപോലത്തെ സൊല്യൂഷൻസ് ഒരുപാട്, ഇപ്പം നമ്മൾ പ്രൊജക്ടിന് പകരം ടി വി എന്ത് വേണമെങ്കിലും അത് അതിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അലക്സ, തിയേറ്റർ ഓഫ്. നമ്മളിപ്പോൾ ആ ഒരു കമാൻഡ് പറഞ്ഞപ്പോൾ അത് ഓണായി, അതുപോലെ ഓഫായി. അപ്പോൾ ഇതുപോലെ സൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ സിഗ ഓട്ടോമേഷന് കോഴിക്കോടാണ് ഇവർ ഓഫീസുള്ളത്, ജാഫർ ഖാൻ കോളനി റോഡിൽ. അപ്പോൾ ഇവരെ നമ്പർ അത് ശരിക്കും താഴെ മെൻഷൻ ചെയ്യാം. അപ്പം അതിൽ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ടച്ച് സ്വിച്ചസിനെ കുറിച്ച്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.